കാസർഗോഡ് കുമ്പള മൊഗ്രാലിൽ യുവാവിനെ മണ്ണെണ്ണയൊഴിച്ച് തീ കൊളുത്തി കൊല്ലാൻ ശ്രമം. ഹൂബ്ലി സ്വദേശി അബ്ദുൽ ഗഫൂറിന് ഗുരുതരമായി പൊള്ളലേറ്റു. യുവതിയുടെ നേതൃത്വത്തിലുള്ള 4 അംഗ സംഘമാണ് ആക്രമണത്തിന് പിന്നിലെന്ന ആരോപണം. രതീഷ് വാസുദേവനാണ് വിവരങ്ങളുമായി ചേരുന്നത്. രതീഷ്, ഞെട്ടിക്കുന്നൊരു വാർത്തയാണല്ലോ ഇത്, സംഭവമാണല്ലോ ഇത്. എന്താണ് ഇവർക്ക് ഈ 4 അംഗ സംഘത്തിന്റെ ഈ ആക്രമണത്തിന് പിന്നിലെ കാരണമായി പറയുന്നത്? ഈ ഗുരുതരമായി പൊള്ളലേറ്റ ആളുടെ നിലയിപ്പോൾ എങ്ങനെയാണ്? ആശുപത്രിയിൽ നിന്ന് ലഭിക്കുന്ന വിവരം? ഷാമിലി, സ്വാഭാവികമായിട്ടും ഞെട്ടിക്കുന്ന സംഭവം തന്നെയാണ്. കാരണം ഇന്ന് പുലർച്ചെയാണ് ഈ അബ്ദുൽ ഗഫൂറിനെതിരെ ഇത്തരത്തിൽ ആക്രമണം ഉണ്ടായത്. മൊഗ്രാൽ റെയിൽവേ സ്റ്റേഷന്റെ അടിപ്പാതയിലാണ് ഇത്തരത്തിൽ അദ്ദേഹം ക്വാർട്ടേഴ്സിൽ നിന്നിറങ്ങി ജോലിസ്ഥലത്തേക്ക് പോകുന്നതിനിടയിൽ സമീപത്തെ കുറ്റിക്കാട്ടിൽ പതിയിരിക്കുന്ന 4 അംഗ സംഘമാണ് തടഞ്ഞു നിർത്തുകയും ഒരാൾ അബ്ദുൽ ഗഫൂറിന്റെ ദേഹത്ത് മണ്ണെണ്ണ ഒഴിക്കുകയും ചെയ്തത്. മറ്റൊരാൾ പിന്നീട് തീ കൊളുത്തുകയായിരുന്നു. എന്തായാലും ഈ അക്രമി സംഘവുമായി ഇദ്ദേഹത്തിന് നേരിട്ടുള്ള ബന്ധം, ഇവർ കെട്ടിട തൊഴിലാളികളാണ്. ഇദ്ദേഹം തേപ്പ് മേസ്ത്രിയായി ജോലി ചെയ്യുന്ന അബ്ദുൽ ഗഫൂർ ഇവർക്ക് 3000 രൂപ കൂലി ഇനത്തിൽ ബാക്കി നൽകാനുണ്ട് എന്നതാണ് പറയപ്പെടുന്നത്. ഇത് കരാറുകാരിൽ പണം കിട്ടിയാൽ ഉടൻ നൽകാമെന്നും തൊഴിലാളികൾ പറഞ്ഞിരുന്നു. ഇതിനുശേഷമാണ് ഇന്ന് പുലർച്ചെ ഇത്തരത്തിൽ ഒരു ആക്രമണം ഉണ്ടായതെന്നാണ് അബ്ദുൽ ഗഫൂർ പറയുന്നത്. അദ്ദേഹം തൊഴിലാളികളായ ശരവണൻ, ലിംഗം, മേരി, പിന്നെ കണ്ടാൽ അറിയാവുന്ന മറ്റൊരാൾ എന്നിവരാണ് തന്നെ ആക്രമിച്ചതെന്നും പറയുന്നുണ്ട്. എന്നാലും യുവാവിന്റെ നിലവിളി കേട്ട നാട്ടുകാരെത്തിയാണ് തീയണച്ച് അദ്ദേഹത്തെ സഹകരണ ആശുപത്രിയിൽ എത്തിച്ചത്. ഇപ്പോൾ ഗുരുതരമായ പരിക്കേറ്റ സാഹചര്യത്തിൽ ഇദ്ദേഹത്തെ വിദഗ്ധ ചികിത്സയ്ക്കായി കണ്ണൂർ പരിയാരം മെഡിക്കൽ കോളേജിലേക്ക് മാറ്റിയിട്ടുണ്ട്. എന്തായാലും ഈ തൊഴിലാളി സംഘത്തെ, ഈ ആക്രമിച്ച തൊഴിലാളി സംഘത്തെ കണ്ടെത്തുന്നതിനായി കുമ്പള പോലീസ് അന്വേഷണം ആരംഭിച്ചു കഴിഞ്ഞു. ഇവരും ഈ പ്രദേശത്ത് വാടകയ്ക്ക് താമസിച്ച് ജോലി ചെയ്യുന്നവരാണ്. കർണാടക സ്വദേശിയാണ് അബ്ദുൽ ഗഫൂർ. വർഷങ്ങളായി പ്രദേശത്ത് ഇത്തരത്തിൽ കരാർ തൊഴിലുകൾ ചെയ്തുകൊണ്ട് തൊഴിലാളികളെ കൊണ്ട് ജോലി ചെയ്യിപ്പിക്കുന്ന ആളാണ്. ഇദ്ദേഹത്തെ പറ്റി മറ്റ് ആക്ഷേപങ്ങളൊന്നും തൊഴിലാളികൾക്കും മറ്റാളുകൾക്കും ഇല്ല. ഏത് സാഹചര്യത്തിലാണ് ഇങ്ങനെ പ്രകോപനം ഉണ്ടായത് എന്നത് സംബന്ധിച്ച് ഉൾപ്പെടെ പോലീസ് പരിശോധിക്കുന്നുണ്ട്. എന്തായാലും ഇപ്പോൾ അപകടകരമായ നില അബ്ദുൽ ഗഫൂർ പിന്നിട്ടു എന്നതാണ് ആശുപത്രി വൃത്തങ്ങൾ അറിയിക്കുന്നത്. ഷാമിലി, രതീഷ് വാസുദേവനാണ് വിവരങ്ങൾ നൽകിയത്.